ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മള് വീഡിയോ കണ്ടതിന് ശേഷം ആളുകളൊക്കെ എന്താ പറയുന്നത്? നിങ്ങൾ എങ്ങനെ? നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. നല്ല രീതിയിലുള്ള ടോക്കായിരുന്നു. നല്ല സംസാരങ്ങളൊക്കെ നല്ല ഒതുങ്ങിയുള്ള സംസാരം. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഇപ്പോ ഭയങ്കര കോൺഫിഡൻസ് ആരോട് സംസാരിക്കും. ഇന്റർവ്യൂവിന്റെ ആ ഒരു പേടിയും കാര്യങ്ങളും അന്ന് നിങ്ങൾ വന്നപ്പോ ഞാൻ കുറച്ചൊരു ഡള്ളായിരുന്നു. പ്രശ്നം കളയുന്നു. ഞാൻ പറഞ്ഞു പാട്ട് പാടാൻ പ്രയാസം. അതെ, ഇപ്പൊ എല്ലാവർക്കും ഓക്കെ. നമ്മൾ വരുന്നതിന് കുറച്ച് മുമ്പ് ഫുള്ള് മീഡിയാസ് ആണല്ലോ ഇവിടെ. നമ്മള് വരുന്നത് ആരൊക്കെ വന്നു, എങ്ങനെയൊക്കെയായിരുന്നു? ഒരുപാട് മീഡിയാസ്, നമ്മളെ 24 ന്യൂസ്, മീഡിയ 1, ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ട് ചാനല്, നമ്മളെ തിരൂരിലുള്ള TCV ന്യൂസ്, അതുപോലെ തുടങ്ങി ഒരുപാട് ചാനൽ വിളിച്ചിരുന്നു, വന്നിരുന്നു. അതുപോലെ യൂട്യൂബേഴ്സ് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. എല്ലാവരും അവരൊക്കെ തന്നെയാണ് ഇപ്പോ എന്നെ ഈ ഒരു ഇതിലെത്തിച്ചിട്ടുള്ളത്. എല്ലാവരോടും നന്ദി പറയാണ്. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ വളണ്ടിയേഴ്സിനോടും കിൻഷിപ്പ് ഫൗണ്ടേഷൻ സ്ഥാപനത്തിനോടും എല്ലാവരോടും നല്ല നന്ദി മാത്രം. ഇപ്പൊ നാട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോ എങ്ങനെയുണ്ട്? ആളുകളെ അഫ്സലിനെ തിരിച്ചറിയുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നെ കിട്ടിയിട്ടില്ല, നാട്ടില് കിട്ടിയിട്ടില്ല. ഇന്നലെ എവിടെ ഉണ്ടായിരുന്നില്ല, എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂവിന് വേണ്ടി ഇന്നലെ രാവിലെ പോയതായിരുന്നു. ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിന്റെ മുന്നേ എന്ന് വെച്ചാല് ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് മുന്നേ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലുള്ള കൂട്ടുകാർക്കൊന്നും കിട്ടിയിട്ടില്ല. ആരും കൂടെ അതിന്റെ ശേഷം കൂടുതൽ ഉണ്ടായിട്ട് എല്ലാവരും വിളിക്കണം. ഇപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് പേര് വിളിച്ച് എവിടെ ഒന്ന് പോവാ, ഇങ്ങോട്ട് നാട്ടിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്ന് രാത്രി ഫാമിലിന്റെ കൂടെയാണ്. അവര് എന്തൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, അവര് എന്തൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അവരെ കൂടെയാണ് രാത്രി. അങ്ങനെ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. കാരണം നമ്മളൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോ ഈ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ വിശ്വസിക്കുന്നതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പക്ഷേ നമ്മൾ ഈ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിരുന്നത് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ കിൻഷിപ്പ് പോലുള്ള അത്തരത്തിലുള്ള ഈ സേവന രംഗത്തേക്ക് നമ്മളൊരു പാലിയേറ്റീവ്, ഇതുപോലെ 8 വർഷത്തോളം ഞാൻ പാലിയേറ്റീവ് പ്രവർത്തനമായിട്ടുണ്ട്. ഇത്രയും രോഗികൾക്കൊക്കെ അവർക്ക് എത്രത്തോളം നമ്മളെ കൊണ്ട് സന്തോഷം പകരാൻ പറ്റും അത് നമ്മൾ ചെയ്തു കൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ദൈവം നമുക്ക് എത്തിച്ചേരും എന്നുള്ളത് ഇപ്പൊ ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും. പിന്നെ വേറെയുള്ള ആളുകൾ ആരെങ്കിലും സെലിബ്രിറ്റീസുകളൊക്കെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു? എന്നോട് ഡയറക്റ്റ് അതിൽ ഉള്ളതാണോ സത്യം എന്താ കാര്യം അറിയില്ല. ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തരണ്ട്, അതിന്റെ ഫുള്ള് രൂപം കിട്ടട്ടെ എന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സിനിമയിലേക്കുള്ള എന്തെങ്കിലും വന്നോ? അത് ഞാൻ ഇൻഷാ അല്ലാഹ് ആ ഒരു വിവരം കിട്ടിയാലേ എനിക്ക് എന്താ ഏതാന്നുള്ള ഏകദേശം സൂചന കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു സത്യമാണോ അത് കളവാണോ എന്ന് എനിക്കറിയില്ല. അവർക്ക് കിട്ടിയത് വിവരം അനുസരിച്ചിട്ട് ചെറിയൊരു രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. അത് ഏതാണ്, ആരാണ് വിളിച്ചിരിക്കണത്, എന്താ സംസാരിക്കണത് ഒന്നും തന്നിട്ടില്ല. അവരും അതിന്റെ പൂർണ്ണ രൂപം കിട്ടട്ടെ എന്നിട്ട് നിങ്ങൾ അറിയിച്ചോളാന്ന് പറഞ്ഞതാണ്. അത് ഫിലിമിലോട്ടാവാം, മറ്റു വല്ല പ്രോഗ്രാമിലോട്ടാവാം, എന്തും ആവാം. എന്തായാലും ഒരുപാട് പേര്, ഒരുപാട് നല്ല നല്ല വ്യക്തികളും അതുപോലെ ഇന്ന് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഗൾഫിൽ നിന്ന് ഒരു മെസ്സേജ് സൗദിയിലേക്ക് വിളിക്കുന്നുണ്ട്, നമ്പർ അതേമാതിരി കുറെ ആളുകൾ വിളിക്കുന്നുണ്ടാവില്ല. പിന്നെ ഉമ്മ ഇപ്പൊക്കെ എന്താ പറയുന്നത്? ഉമ്മ ഇപ്പൊ അത്രയും ഇതാവുമല്ലോ. നല്ല രീതിയിലുള്ള റെസ്പോണ്ടിങ് ആണ്. ഉമ്മക്ക് ഭയങ്കര സന്തോഷമാണ്. കാക്ക പുറത്തുനിന്ന് വിളിച്ചിരുന്നു. അവന്റെ ആരോ ഖത്തറിന് അവിടേക്ക് പ്രോഗ്രാം ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കല്ലേ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ 2-3 കാര്യങ്ങൾ ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് തീരുമാനാക്കട്ടെ, ഞാൻ എന്തായാലും പറഞ്ഞോളാന്ന് പറഞ്ഞു. പിന്നെ നമ്മള് വീഡിയോയില് അന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു ഈ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ, അതാരായിരുന്നു ആ ആള് നമ്മളെ സർപ്രൈസ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ആളെ നമ്മൾ വീഡിയോയിലേക്ക് ഒന്ന് ക്ഷണിക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾക്ക് തരാൻ ഒരു മൊമെന്റോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.